രാത്രിയിൽ ഉറക്കമൊഴിച്ച് പെൺകുട്ടികളുടെ വിവരങ്ങൾ ചാറ്റിങ്ങിലൂടെ ചോദിച്ചറിയുന്ന മാങ്കൂട്ടന്മാരുടെ പ്രസ്ഥാനമായി KSU മാറിയെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ KSU ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ KSU എന്താ പ്രത്യേകം അറിയോ? നെഹ്റുവിന്റെ KSU ആയിരുന്നെങ്കിൽ സോഷ്യലിസത്തിന്റെ ക്ലാസ് എടുക്കാനേ KSUക്കാർക്ക് വരാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ KSU ആകുമ്പോ രാത്രിയിൽ സൂര്യനെ വീക്ഷിക്കാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ KSU ആണെങ്കിൽ രാത്രിയിൽ ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ KSU ആകുമ്പോ എന്താ മോളെ ജാടയാണോ എന്ന് ചോദിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതാ KSU. ഈ KSUക്കാരനെ ക്യാമ്പസ് എടുപ്പിക്കാൻ പറ്റുമോ? ഒരു രാത്രിയും പറയുന്നില്ലെന്ന് മാത്രമല്ല, ഈ കൊള്ളരുതായ്മകളെല്ലാം കേരളത്തിനകത്ത് നടന്ന് കാണിക്കുന്ന ഈ KSUക്കാരനെ ക്യാമ്പസ് പഠിപ്പിക്കാൻ പറ്റുമോ? ഈ KSUക്കാരനെ ക്യാമ്പസ് കേട്ടാക്കണോ? ഈ KSUക്കാരനെ വിദ്യാർത്ഥികൾക്കിടയിൽ അടുപ്പിക്കാൻ പറ്റുമോ? ആ KSUവിനെ നമുക്ക് വേണ്ട. മതരാഷ്ട്രവാദം പറയുന്ന ഈ രാജ്യത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒത്താശ പാടുന്ന MSFനെ നമുക്ക് വേണ്ട. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊന്നാനി MES കോളേജിൽ SFI നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശിവപ്രസാദ്. PK നവാസ് നയിക്കുന്ന MSF ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് അംഗങ്ങളെ എത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാനേജ്മെന്റ് സീറ്റിന്റെ 50% തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് 2 ദിവസം നീണ്ട രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉറപ്പാക്കുക, വൈഫൈ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്രദമാക്കുക, ഗേൾസ് ബോയ്സ് റൂമുകൾ നവീകരിക്കുക, ഗേൾസ് റൂമിലേക്ക് സാനിറ്ററി വെൻഡിംഗ് മെഷീൻ പുനഃസ്ഥാപിക്കുക, ചോർച്ചയുള്ള ക്ലാസ് റൂമുകൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SFIയുടെ സമരം. യൂണിറ്റ് സെക്രട്ടറി ഹംദാൻ അധ്യക്ഷനായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഗലീമുദ്ദീൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം ദിൽഷാദ് കബീർ, ജില്ലാ കമ്മിറ്റി അംഗം സോന ശിവദാസ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഫർഹാൻ സ്വാഗതവും ആയിഷ സന നന്ദിയും പറഞ്ഞു. ചോദ്യം വിദ്യാർത്ഥികളെ നിങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യം ന്യായമല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് തിരിച്ചു ചോദിച്ചാൽ മതി. ഞങ്ങൾ ഈ ഉയർത്തുന്ന വിഷയം MSFന്റെ KSUവിന്റെ ഈ നിശബ്ദത ആരെ സഹായിക്കാനാണെന്നുള്ള ചോദ്യം വിദ്യാർത്ഥികളെ നിങ്ങൾ ചോദിക്കുമ്പോ നിങ്ങൾക്കതിന് ശാശ്വതമായ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ MSFനൊപ്പം നിന്നോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ RSSനൊപ്പം ചേരുന്നത് എന്തിനു വേണ്ടി? SFIയെ തോൽപ്പിക്കാൻ, SFIയെ പരാജയപ്പെടുത്താൻ ഇനി ഏത് കൊടികെട്ടിയ വർഗീയവാദിയാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അമ്മ ചത്താലും വേണ്ടില്ല, ഈ രാജ്യത്ത് ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് വീണ വായിക്കണം എന്നതാണ് MSFന്റെ നിലപാട്. ഈ രാജ്യത്തതായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് RSSനോട് നിലപാടുണ്ടോ? RSSനെതിരായി ഈ കേരളത്തിനകത്തെ MSFന് നിലപാടുണ്ടോ? KSUവിന് RSSനെതിരായി നിലപാടുണ്ടോ? RSSനെതിരായി നിലപാടെടുക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കൂട്ടത്തിൽ ഈ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ടോ? MSFകാര് കേൾക്കാൻ, KSUക്കാര് കേൾക്കാൻ പച്ച മലയാള ഭാഷയിൽ SFIക്കാരൻ പറയട്ടെ. ആ RSSന്റെ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് ഒരു മഹാപ്രവാഹം പോലെ ഒരു വിദ്യാർത്ഥി സമൂഹം ഇരച്ചു കയറി ചെന്നിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, RSSന് ഒത്താശ പാടുന്ന, ഓശാന പാടുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ VC ചേംബറിലേക്ക് ഒരു മഹാപ്രവാഹം പോലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇരച്ചാർമ്പി അലച്ചു ചെന്നിരുന്നു. ആ വിദ്യാർത്ഥികൾ പിടിച്ചിരുന്ന കൊടി സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം ആലേഖനം ചെയ്ത SFIയുടെ നമ്മുടെ ശുഭ്രപതാകയായിരുന്നു സഖാക്കളെ എന്ന അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ഈ അടുത്ത കാലത്താണ് പുറത്തേക്ക് വരുന്നത്. ആ കുട്ടി തന്നെ സ്വയം പറയുകയാണ്, ഞാൻ കോളേജിൽ വന്നപ്പോ MSF ആയിരുന്നു, എന്നെ അവർ MSFന്റെ കോർഡിനേറ്റർ ആക്കി, ഞാൻ MSFന്റെ യോഗങ്ങളിൽ പോയി, ആ MSFന്റെ യോഗങ്ങളിൽ നിന്ന് ഞാൻ നേരെ എത്തിപ്പെട്ടത് GIOയുടെ യോഗങ്ങളിലേക്കാണ്. MSFകാരാ? ആരാ GIOക്കാരൻ? ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം പറയുന്ന
വിദ്യാർത്ഥിനികളുടെ സംഘടന GIO എങ്ങനെയാണ് MSF പ്രവർത്തിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിക്ക് ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് പോകാൻ കഴിയുന്നത്? ഇതിനു മറുപടി പറയാൻ MSF-കാർക്ക് ബാധ്യതയില്ലേ? ഞങ്ങൾ ചോദിക്കട്ടെ, MSF എന്നൊരു വിദ്യാർത്ഥി സംഘടനയെ കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു ആൺകുട്ടിക്ക് എങ്ങനെയാണ് മതതീവ്രവാദം പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത്? എങ്ങനെയാണ് MSF-ൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് പരിവർത്തനപ്പെടാൻ കഴിയുന്നത്? കോൺഗ്രസിൽ നിന്ന് RSS-ലേക്ക് എങ്ങനെയാണോ കോൺഗ്രസ് നേതാക്കന്മാർ പരിവർത്തനപ്പെടുന്നത്, അതുപോലെ MSF-ൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിലേക്ക് പരിവർത്തനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. MSF-ൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് പോയ ഒരുപാട് നേതാക്കന്മാരുടെ കഥ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. എന്റെ പൊന്നു മുസ്ലിം ലീഗ് നേതാക്കന്മാരെ, നിങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി ഇരുന്നോളീൻ. മുസ്ലിം ലീഗിലേക്ക് പണ്ട് MSF-ൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇനി നവാസ് നേതൃത്വം കൊടുക്കുന്ന MSF-ൽ നിന്ന് മുസ്ലിം ലീഗിലേക്കായിരിക്കില്ല, ദാവൂദ് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയിലേക്കായിരിക്കും MSF-കാർ പോകുന്നത് എന്ന രാഷ്ട്രീയം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ക്യാബിൻ ക്രൂ എന്ന സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി 50 വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും +2 കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ്, BBA വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻസ് അക്ബർ ട്രാവൽസിന് അണ്ടർ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിങ്ങും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ്. അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ്, മോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട്സും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഇനിയും വൈകണ്ട, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായില്ലേ? അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക.